ഈ വെളിവില്ലാത്ത ഭൂട്ടാനീസ് ചേച്ചി എന്തോ ഒരു സാധനം കലക്കി തന്നതാണ് കേട്ടോ. അടിച്ച് കിളി പോയെന്ന് വേണം പറയാൻ. അപ്പോൾ അത് കുടിക്കാൻ പോയ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതിവിടുത്തെ ലോക്കൽ വൈനാണെന്ന് പറഞ്ഞ് തന്നതാണ്. അടിച്ച് കിളി പോയി, നല്ല പട്ടച്ചാരായും. എൻ്റെ പൊന്നോ, അതിലേക്ക് വരാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിമ്പു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. തിമ്പു എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് തിമ്പു. തിമ്പുവിലാണ് നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയത്. അപ്പോൾ വന്ന് നല്ല ക്ഷീണമായിരുന്നു, തണുപ്പൊക്കെ ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കതറിയാം. അപ്പോൾ -2 ഡിഗ്രി വരെ പോയി. അങ്ങനെ തണുപ്പത്ത് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഭൂട്ടാനെ നമ്മൾ ലാൻഡ് ഓഫ് തണ്ടർ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെ മഴയുള്ളപ്പോൾ ഇടിമിന്നലുണ്ടാവും. അപ്പോൾ ഈ മിന്നലിൻ്റെ സൗണ്ട് വന്നിട്ട് ഡ്രാഗൻ്റെ പോലെ ഇരിക്കും. രാവിലെ അതാ മഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഊതുമ്പോൾ സിഗരറ്റ് വലിച്ച പോലെ പുകയൊക്കെ വരുന്നുണ്ട്. കൊള്ളാൻ നല്ല രസമുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ തണ്ടർ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൗണ്ടാണ് ഈ ഇടിമിന്നലിൻ്റെ സൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർ ഡ്രാഗൻ്റെ ഒച്ചയായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലാൻഡ് ഓഫ് തണ്ടർ ഡ്രാഗൺ എന്ന് വിളിക്കുന്നത്. നല്ല ഭംഗിയുള്ള വിഷ്വലുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏത് സൈഡിലോട്ട് നോക്കിയാലും മലനിരകളും പച്ചപ്പും ഹരിതാഭയും എല്ലാം ഉണ്ട്. പിന്നെ നല്ല തണുപ്പ്, ഒടുക്കത്തെ തണുപ്പുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു കാണാം എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഗൈഡും ഡ്രൈവറും കൂടെ വന്ന് നമ്മളെ കൊണ്ടുപോയത്. അതായത് ഞാൻ നേരത്തെ കാണിച്ച വിഷ്വലിൽ സൂം ചെയ്തപ്പോൾ ഒരു കുഞ്ഞു ബുദ്ധനെ കണ്ടില്ലേ, അത് കാണാനായിട്ടുള്ള യാത്രയാണ് തുടക്കം. ആ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ആ ഒരു കാടിൻ്റെ ഫീലുണ്ട്. എന്നാൽ നല്ല റോഡുകളാണ്. ടൗണിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതൊന്നുമല്ല അവസ്ഥ. തിരക്കൊന്നും വലുതായിട്ടൊന്നും ഇല്ല, ഭയങ്കര ശാന്തത, ഹോൺ അടിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഒരു മഹേന്ദ്രയുടെ ഷോറൂം കണ്ടു. ഭയങ്കര സന്തോഷം. നമ്മുടെ ബ്രാൻഡ് കാണുമ്പോഴത്തേക്ക് ഒരു ആവേശമാണല്ലോ. പക്ഷേ താർ ഇവിടെ ഇല്ല കേട്ടോ. അവർക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഇല്ല. ഇന്ത്യയിൽ മാത്രമേ താർ വിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അത് ഇല്ല. താറില്ലാത്തൊരു ദുഃഖമുണ്ട്. പിന്നെ ഞാൻ മറ്റേ വിഷയത്തിൽ നിന്ന് മാറി വണ്ടി ചാനലിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ യാത്ര, അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ആരും ഹോൺ അടിക്കത്തൊന്നുമില്ല. എമർജൻസിക്ക് മാത്രമേ ഹോൺ അടിക്കത്തുള്ളൂ. അങ്ങനെ കുറേ നല്ല കൾച്ചറുകൾ ഇവിടുന്ന് പഠിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സീബ്ര ക്രോസിൻ്റെ അവിടെ വന്ന ആൾ നിന്ന് കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും വണ്ടി നിർത്തി കൊടുക്കും. ആൾ ക്രോസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. നല്ലൊരു ചിരിയുണ്ട് കേട്ടോ, നല്ല ഒരു രസമാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഏറ്റവും പുറകിലത്തെ റോയിലാണ്, 3ാമത്തെ റോയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കിത് പുറകോട്ട് വലിഞ്ഞ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനാണ് പുറകെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷ്വലുകളൊക്കെ കുറച്ച് കുറവായിരിക്കും യാത്രയുടെ. അങ്ങനെ നമ്മുടെ ബുദ്ധൻ്റെ സ്റ്റാച്ചുവിടെ അവിടെ എത്തി. അപ്പോൾ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ സ്തൂപ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് സ്റ്റാച്ചുവിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ സ്തൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധൻ്റെ ലൈഫിൻ്റെ റെപ്രസെൻറ്റേഷനാണെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3 റിങ്ങുകൾ നിങ്ങൾക്ക് കാണാം. ആ ചുമല കളർ 3 വരെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ബുദ്ധൻ 3 മാസം ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് നോർമൽ ലൈഫ് കഴിഞ്ഞിട്ട് 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളവരെ റെപ്രസെൻറ്റ് ചെയ്താണ് ആ 3 റിങ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് സ്തൂപം. നല്ല ഭയങ്കര വലിപ്പമാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് കണ്ടതുള്ളെങ്കിലും ഇത് നല്ല വലിപ്പമുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ $200 മില്യൺ ഇതിനു വേണ്ടി ചിലവാക്കിയത്. ആ ഒരു പൊട്ട് കണ്ടോ നെറ്റിയിലുള്ള, അത് മാത്രം $1 മില്യൺ ആയി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, നമ്മുടെ ഗൈഡ്. അപ്പോൾ ഇത് ഫണ്ടഡ് ആണ്. പക്ഷേ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പോയിൻ്റാണ്. ഇനി എൻട്രി ഫീസും ഇല്ല. മിക്കയിടത്തും ഒരു 1000-500 രൂപ ഒക്കെയാണ് എൻട്രി ഫീസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും എൻട്രി ഫീസ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലങ്ങളിലുള്ള എൻട്രി ഫീസൊക്കെ അവരങ്ങ് മാറ്റി. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര ശാന്തതയാണ്. അപ്പോൾ ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചുവിൻ്റെ അകത്തോട്ട് ഒരു അമ്പലം ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിനകത്ത് വിഷ്വൽ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പുറത്ത് നിന്ന് വിഷ്വൽ എടുത്തു, അകത്ത് ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. കാര്യം പറഞ്ഞു തരാം. അകത്തൊരു ബുദ്ധൻ്റെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധൻ്റെ ഡിഫറെൻറ്റ് ലൈഫുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിന് ചുറ്റും ഇതുപോലെ പല പല സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. എല്ലാം ഗോൾഡൻ കളറിലാണ്. ഓരോന്നിനും ഓരോ ഭാവവും ഓരോന്ന് ഹോൾഡ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളും ആയിരിക്കും. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും തീരത്തില്ല. അത്രയ്ക്കുണ്ട് ഡീറ്റെയിൽഡായിട്ട്. അകത്തുള്ള കാര്യങ്ങൾ അതിലും ഡീറ്റെയിൽഡായിട്ട് പുള്ളി പറഞ്ഞു തന്നു. പക്ഷേ ബേസിക്കലി ഇതാണ് നമ്മുടെ ബുദ്ധൻ്റെ ഓരോ ഫോമുകളുടെ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മുടെ ഒരു മയിലിനെ കണ്ടു. പിന്നെ ഒരു വെള്ള ആനയുടെയും സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ വന്നാലേ അത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. ഞാൻ എത്രത്തോളം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റ് ആവണമെന്നില്ല. പിന്നെ അങ്ങനെ തിരിച്ചുള്ള യാത്രയാണ്. അപ്പോൾ അകത്തുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ ലക്കി ഫ്ലാഗുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മന്ത്രങ്ങളാണ്. ഇത് ഈ കാറ്റത്ത് പറക്കുമ്പോൾ കാറ്റിലൂടെ ഈ മന്ത്രങ്ങൾ സ്പ്രെഡാവും. അപ്പോൾ അത് കാറ്റിലൂടെ വരുമ്പോഴത്തേക്ക് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈ മന്ത്രത്തിൻ്റെ പവർ കിട്ടും, നമുക്കും കിട്ടും. പിന്നെ മഴ നിറഞ്ഞ് വെള്ളം വീഴുമ്പോഴത്തേക്ക് ഇത് ഭൂമിക്കടിയിലേക്കുള്ള
ജീവജാലങ്ങൾക്കും അതിനുള്ള പവർ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഒരു ഇന്ത്യൻ ടെമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇത് ദുർഗാദേവിയുടെ ഒരു ടെമ്പിളാണ്. പുറത്തൊരു ശിവലിംഗമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അഭിഷേകം ചെയ്തിട്ട് അകത്തേക്ക് കയറി ഈ ദുർഗാമ്മയെ കണ്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കറക്റ്റ് ഫീലൊന്നും വരത്തില്ല, ഒരു റെപ്ലിക്കയാണ്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹിന്ദു ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നാട് വിട്ട് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ ഒരു സംസ്കാരം കാണുമ്പോൾ ഉള്ളൊരു ആനന്ദം വരും. അതാണ് ഒരു ബ്യൂട്ടി, അതാണ് അതിൻ്റെ ബ്യൂട്ടി, അതാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് നമ്മൾ അവിടുത്തെ വിഷ്വലുകളൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ മലനിരകളാണ്, അത് എത്ര കണ്ടാലും മതി വരില്ല. വീണ്ടും വണ്ടി യാത്ര തുടർന്നു. അപ്പോൾ സിംപ്ലി ഭൂട്ടാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. 1000 രൂപ എൻട്രി ടിക്കറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് വർത്താണ്. അതായത് ഭൂട്ടാൻ്റെ കൾച്ചർ ഫുള്ളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിംപ്ലി ഭൂട്ടാൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അത് ഞാൻ വിചാരിച്ച് ചുമ്മാ പറ്റിപ്പായിരിക്കും, വലിയ സംഭവമൊന്നും കാണില്ല എന്ന് വിചാരിച്ചാണ് കയറിയത്. നമ്മൾ ആദ്യം കണ്ട വിഷ്വലില്ലേ, വെള്ളം അടിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം, ആ സ്ഥലമാണ് ഞാൻ ഈ കാണിക്കുന്നത്. സിംപ്ലി ഭൂട്ടാൻ 1000 രൂപ എൻട്രി ടിക്കറ്റിൽ നമ്മളങ്ങനെ കയറി. അപ്പോൾ അവിടെ ആൾറെഡി ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ചിൽ നമ്മൾ കയറി. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു വെച്ചാൽ എല്ലാവരും ഇരുന്ന് അവിടുത്തെ ലോക്കൽ വൈൻ നമുക്ക് തരും, അത് ടെസ്റ്റ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കാം കേട്ടോ, ലോക്കൽ വൈൻ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞാൻ വൈൻ കുടിക്കുന്നതിൽ തെറ്റില്ല, നമ്മൾ മദ്യപാനമൊന്നും അല്ലല്ലോ, അപ്പോൾ വൈനായതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ വേറെ 4 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു വൈൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചേ വൈൻ കുടിക്കുന്നതിൽ ഇപ്പോൾ എന്താ കുഴപ്പം, എന്നാലും നോക്കിക്കളയാമെന്നും പറഞ്ഞ് ആ ചേച്ചിയോട് എടുക്കാൻ പറഞ്ഞു. ചേച്ചി അങ്ങനെ അവിടുത്തെ എക്സ്പ്ലനേഷനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻ തന്നു. എന്നിട്ട് പ്രത്യേകം പറഞ്ഞത് അൺലിമിറ്റഡ് ആണ്, എത്ര വേണേൽ കുടിക്കാമെന്ന്. ഞാനൊരു സിപ്പ് അങ്ങോട്ട് എടുത്ത്, എൻ്റെ പൊന്നോ കത്തിക്കരിഞ്ഞ് കുടലൊക്കെ ഇങ്ങനെ ആ പോണ പാത നമുക്കറിയാം, കറക്റ്റ് പട്ടച്ചാരമാണെന്ന് കുടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും അൺലിമിറ്റഡ് ആണെങ്കിലും അടുത്ത റൗണ്ട് എടുക്കാൻ ഞാൻ നിന്നില്ല, വയ്യ, കരിഞ്ഞു. ഇനി ഇത് അടിച്ച് കിളി പോകുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം വീട്ടുകാരൊക്കെ ആയിട്ടാണ് പോയത്, ഇനി അവസാനം കുഴപ്പമായ പ്രശ്നമാണ്. എന്തായാലും ചേച്ചി എക്സ്പ്ലനേഷനുകൾ തുടങ്ങി. അവിടുത്തെ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോസാണ്, അതെല്ലാം ഇങ്ങനെ ഓരോന്നും ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ കൾച്ചറുകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഷോ നല്ല ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു തനതായ രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ നിൽക്കവേ നമ്മുടെ നെഹ്റുജിയും ഇന്ദിരാജിയും ഒക്കെ നിൽക്കുന്നൊരു ഫോട്ടോ കാണിച്ചു തന്നു. അവർ പണ്ട് ഇവിടെ ഭൂട്ടാനിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണെന്ന് പറഞ്ഞു. ഇവിടെ സിംപ്ലി ഭൂട്ടാൻ കാണാനല്ല കേട്ടോ, ഭൂട്ടാൻ രാജ്യം വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂട്ടാൻ്റെ ഫ്ലാഗ്. നടുക്കൊരു ഡ്രാഗൺ, മഞ്ഞ, ഓറഞ്ച്. പിന്നെ നമ്മുടെ ഭൂട്ടാൻ രാജാവിൻ്റെ ഫോട്ടോ, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലായിടത്തും ചെല്ലുമ്പോഴും പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന കുറേ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇത് ഭൂട്ടാൻ്റെ ഫ്ലാഗാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. നടുക്കുള്ള ഡ്രാഗൺ ഉണ്ട്. അപ്പോൾ ഡ്രാഗൺ വെച്ചിട്ടാണ് ഭൂട്ടാൻ എന്നുള്ള സംഭവം അറിയപ്പെടുന്നത്. ഡ്രൂക്ക് എന്നാണ് ഇതിൻ്റെ പേര്, ഡ്രാഗണിനെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഭൂട്ടാൻ എന്നുള്ള രാജ്യം അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുകളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ടും നല്ല മനോഹരമായിട്ടും ആ ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ, കൊള്ളാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ ആയുധങ്ങൾ എന്ന് വേണം, ആയുധം എന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. ആയുധങ്ങൾ നമുക്ക് എടുത്ത് നോക്കാമെന്നൊക്കെയുള്ള ഓഫറുകളൊക്കെ അവർ തന്നു. നമുക്കത് വെച്ച് ഫോട്ടോ എടുക്കാം. പിന്നെ എന്തൊക്കെയാണ് അത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുകളാണ് പുള്ളിക്കാരത്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 1000 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ പോകാൻ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമെന്ന്. വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ പശുവിനൊക്കെ ഇടുന്ന മണിയാണ്. പശുവല്ല, യാക്ക്. ഇവിടെ യാക്കാണ്. പശു ഉണ്ട് താഴെ ഉണ്ടെങ്കിലും മുകളിൽ ഉള്ളതിൽ യാക്കാണ് കൂടുതൽ. ഇത് നമ്മുടെ ഹെൽമെറ്റ്, പടയാളികൾ വെക്കുന്ന ഹെൽമെറ്റ്. ഇത് നമ്മുടെ ഹോണ്. പിന്നെ ഇതെന്ന് പറയുന്നത് പഴയ അച്ച് എന്ന് പറയും, നമ്മൾ മഷി തേച്ചിട്ട് ഇത് പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞു. ഇത് റെപ്ലിക്കയാണെന്ന് തോന്നുന്നു, പഴയതാണെന്ന് തോന്നുന്നില്ല. ആരും മഷിയൊന്നും പോരേണ്ട ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷേ കൊള്ളാം, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് കേട്ടോ. കാര്യം എന്തൊക്കെയാണ് അവിടുത്തെ പഴയ കാര്യങ്ങളെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പശുവിൻ്റെ യാക്കിൻ്റെ കഴുത്തിൽ കെട്ടുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വാളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ വാളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാഹുബലി സെറ്റപ്പുകൾ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, ഞാനും വെച്ചേക്കാം എന്നും പറഞ്ഞ് ഹെൽമെറ്റൊക്കെ എടുത്ത് തലയിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ കെട്ടിയോളാണ് വീഡിയോ എടുക്കുന്നത്. ആ പുള്ളിക്കാരത്തിക്ക് പിന്നെ ക്യാമറയുടെ മുന്നിൽ വരാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിടുന്നതിൻ്റെ വീഡിയോ എടുക്കാം എന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി എൻ്റെ ക്യാമറാമാൻ്റെ റോൾ ഏറ്റെടുത്തു. അപ്പോൾ ഇതാണ് വാള്. ഞാനും കുറച്ച് പോസുകളൊക്കെ പരീക്ഷിച്ചു. ഞാൻ പിന്നെ പഴയ കളരിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ വയറ് കണ്ടില്ലേ, ഇത് കുടവയറല്ല, മസിലാണ്, ഫുൾ മസിലാണ്. അപ്പോൾ അങ്ങനെ യുദ്ധമുറകളൊക്കെ പ്രാക്ടീസ് ചെയ്ത്
ആ സംഭവം വെച്ച് ഇങ്ങനെ പോസുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിറ്റൊക്കെ ഉള്ള വാളാണ്. എനിക്ക് തോന്നുന്നു ഒറിജിനൽ വാളാണ്, റെപ്ലിക്ക ആണോ എന്നറിയില്ല. അവർ പറഞ്ഞു ഒറിജിനൽ വാളാണെന്ന് പറഞ്ഞു. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ പരിചയമാണെങ്കിലും നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അതൊരു റെപ്ലിക്കയായിട്ട് തോന്നുന്നില്ല, ഒറിജിനൽ തന്നെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് ഒരു അത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു മ്യൂസിയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡു നോട്ട് ടച്ച് എന്നുള്ള ബോർഡായിരിക്കും എല്ലായിടത്തും. ഇതിപ്പോൾ നമുക്ക് തന്നെ എടുക്കാം, എന്ത് വേണമെങ്കിൽ ആവാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വാളിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് അടുത്ത് പോയി. അപ്പം നിങ്ങളിപ്പോൾ കേട്ട പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ നാട്ടുകാർ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇതിങ്ങനെ പാടിക്കൊണ്ട് മണ്ണ് കുഴച്ച് വീടുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കുറേ മാസ്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഫംഗ്ഷനുകൾക്കും സെലിബ്രേഷനുകൾക്കും ഒക്കെ ഓരോ മാസ്ക് വെച്ചിട്ടാണ് ഇവരിത് ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ അപ്പുറത്തെ പാട്ട് തന്നെ ആയിരിക്കും ഇതിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചേച്ചി പറയണമൊന്നും ഇതിലോട്ട് റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷനും ഓരോ മാസ്ക് ആയിരിക്കും എടുക്കുക. പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷനുകളൊക്കെ ഭയങ്കര രസമാണ്. നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്കിൽ തൊടാനായിട്ടും വെക്കാനായിട്ടും നമുക്ക് പറ്റത്തില്ല. കാര്യം അറിയാമല്ലോ, തൊട്ട് കഴിഞ്ഞാൽ മിക്കവാറും അതെല്ലാം കൂടെ അടന്നിങ്ങി പോരും. അപ്പോൾ അതുകൊണ്ട് അതേ തൊടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പുറത്തുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഒതൻറ്റിക് അവരുടെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള റെപ്ലിക്ക അല്ല കേട്ടോ, ഇത് ഒറിജിനൽ സാധനം തന്നെ. കാര്യം അവർ മ്യൂസിക്കൊക്കെ വായിച്ച് കേൾപ്പിച്ച് തന്നു. നമ്മളുടെ അടുത്ത് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇനിയുണ്ട്, സിംപ്ലി ഭൂട്ടാൻ തീരുന്നില്ല. ഇതങ്ങനെ ഒരു 1.5-2 മണിക്കൂർ എടുക്കും ഇത് മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ സിംപ്ലി ഭൂട്ടാൻ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഡെമോ കാണിച്ചു തന്നു. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞാനും അരക്കൈ നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം അഭേദ്യമാണെന്ന് അറിയാമല്ലോ. ഡാൻസ് പോലെ തന്നെ മ്യൂസിക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു വഹ അറിഞ്ഞുകൂടാ, എന്നാലും ഒന്ന് ട്രൈ. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ പറഞ്ഞ സിമ്പൽ. ഇത് ഇവരുടെ ഫെർട്ടിലിറ്റി ഗോഡിൻ്റെ ലക്കി സിമ്പലാണെന്നാണ് പറഞ്ഞത്. കണ്ടപ്പോൾ ഒരു വിയേർഡ് ഫീലൊക്കെ തോന്നി എങ്കിലും പക്ഷേ ഇവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇത് ഇവിടെ എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഈ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് സംഭവം നമുക്ക് കാണുമ്പോൾ ഒരു വിയേർഡായിട്ട് തോന്നും. പക്ഷേ ഇത് അവിടെ ഒരു ലക്കി സിമ്പലാണ് കേട്ടോ. വേറെ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്കിതൊരു ഓഡ് ഫീലൊന്നും തോന്നുന്നില്ല. ആ ചേച്ചിയും ഭയങ്കര എന്താ പറയുക ജെന്യുവനായിട്ടുള്ള രീതിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വിയേർഡ് തോന്നിയെങ്കിലും ഞാൻ പുറത്ത് പിന്നെ പോയി കടകളിലൊക്കെ കയറാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചി ചുമ്മാ പറയുന്നതല്ല, ഇതിവിടെ ഒരു നോർമൽ സംഭവമാണ്, വേറെ നാണിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ലക്കി സിമ്പലാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെർട്ടിലിറ്റി ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ലക്കി സിമ്പലാണ് ഈ കാണുന്ന. അപ്പോൾ പിന്നെ അടുത്ത റൂമിലേക്ക് പോയെന്ന് വെച്ചാൽ ഇവിടുത്തെ പഴയ പാത്രങ്ങളും യൂട്ടൻസിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു പഴയ കിച്ചണിൻ്റെ അവസ്ഥയൊക്കെ തന്നെ കേട്ടോ, വേറെ വലിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നിയില്ല. ഈ പറഞ്ഞ അരിയിട്ട് വയ്ക്കുന്ന പാത്രങ്ങളും പഴയ വിറകടുപ്പും വെള്ളം വയ്ക്കുന്ന ഭരണികളും ഒക്കെ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ പിന്നെ ഇത് ടീ ഉണ്ടാക്കുന്നത്, അതായത് ഇവിടുത്തെ ബട്ടർ ടീ എന്ന് പറയുന്നതാണ് ഇവരുടെ മെയിൻ ഐറ്റം. അപ്പോൾ ഈ ബട്ടർ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ടർ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സോൾട്ടി ആയിട്ടുള്ളൊരു ടീ ആണ്. അപ്പോൾ ആ ടീ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവരുടെ കഫേയിൽ നിന്ന് തന്നെ തരും ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ സംഭവത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒരു 15 മിനിറ്റ് പോലെ മിക്സ് ചെയ്താലാണ് ഒതൻറ്റിക് ആയിട്ടുള്ള ബട്ടർ ടീ ഉണ്ടാകുന്നതെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ ഭൂട്ടാനിൽ വന്നു കഴിഞ്ഞാൽ ഭൂട്ടാൻ ഡിഷ് ട്രൈ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ബട്ടർ ടീ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ്. പിന്നുള്ളത് ഇമതാഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപിക പതുക്കോൺ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിട്ട ആ സംഭവം, അതും ഇവിടെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ പോർക്കിൻ്റെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബട്ടർ ഇട്ട് വയ്ക്കുന്നത് ആ പാത്രമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എല്ലാം പഴയ സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ബട്ടറൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം 10 ഡിഗ്രിക്ക് താഴെ ഉള്ളൂ. മൈനസിലോട്ടൊക്കെയാണ് രാത്രി പോകുന്നത്. -2 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ കിടുകിടാ തണുപ്പാണ്. പിന്നെ ഇതൊരു പാത്രം, അതായത് രണ്ടായിട്ട് ഇങ്ങനെ തുറക്കുന്ന ഒരു പാത്രം. ഇത് ഇവിടുത്തെ ഒരു ലക്കി പാത്രമാണ്, കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പാത്രം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിങ്ങനെ പെർഫെക്റ്റ്ലി ഇതായിട്ട് അടഞ്ഞിരിക്കും. ഭയങ്കര വില, ഞങ്ങൾ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ 3000-ന് മേലെയൊക്കെയാണ് അവർ പറഞ്ഞത്. ഇനി കുറഞ്ഞ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അത് ഒറ്റത്തടിയിലാണ് ഉണ്ടാക്കുന്നത്, അത് കട്ട് ചെയ്ത് രണ്ടാക്കി. അപ്പോൾ ഡിസൈൻ ഒരേപോലെ അപ്പുറം ഇപ്പുറം ഇരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു പെർഫെക്റ്റ് സർക്കിളായിട്ടിരിക്കുമെന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട്. നമുക്ക് പിന്നെ അല്ലെങ്കിലും ഈ ഭൂട്ടാനല്ല ടിബറ്റിയൻ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നത് എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ. പിന്നെ അത് അരി വെക്കുന്ന കുറേ പെട്ടികളൊക്കെ കാണിച്ചു. അരി, ഗോതമ്പ്, ചോളം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നതൊക്കെ കാണിച്ചു. ഒരു പഴയകാല എക്സ്പീരിയൻസ് അതേപടിക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കൊള്ളാം, എല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ്. പുതിയ വെച്ചിട്ട് പഴയതാണെന്ന് പറയുന്ന അല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു ഒതൻറ്റിക് പഴയ സാധനങ്ങളുടെ ഫീല് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പാസ്ത ഉണ്ടാക്കുന്നൊരു മെഷീൻ, അതായത് പാസ്ത അല്ല, ഇവിടെ നൂഡിൽസ്. അപ്പോൾ ഇത് ആ മാവ് അതിനകത്തോട്ട് വെച്ചിട്ട് ഇതിനെ ഞെക്കുമ്പോഴത്തേക്കും താഴെ നൂഡിൽസ് പോലെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതും കണ്ടു, കൊള്ളാം. പഴയകാല എങ്ങനെ അവരുണ്ടാക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൂമാണ് അടുത്തുള്ളത്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. പുള്ളി വരച്ച ചിത്രങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ശില്പങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം വിൽക്കാനായിട്ടുള്ളതാണ്. ഇച്ചിരി എക്സ്പെൻസീവാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു സപ്പോർട്ടായിരിക്കും. അവിടെ ഒരു ഡൊണേഷൻ ബോക്സ് ഉണ്ട്, അത് പുള്ളിക്കൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ രാജ്ഞി തന്നെയാണ് പുള്ളിക്കാരന് ഈ കഴിവുണ്ടെന്നറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഇത് കൂടുതൽ പഠിപ്പിച്ച് ഇവിടെ ഒരു സ്ഥലവും കൊടുത്ത് പുള്ളിയുടെ ആർട്ട് ഫോംസ് പ്രദർശിപ്പിക്കാനും വിൽക്കാനും ഒക്കെയുള്ള പരിപാടികൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല, ഈ പറഞ്ഞ ലക്കി സിമ്പൽ എന്നാണ് ഇതിനെ പറയുക. 8 ലക്കി സിമ്പലുകളുണ്ട്. അപ്പോൾ അതിവിടെ ഭൂട്ടാൻ വീടുകളിലെല്ലാം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്നൊരു ലക്കി സിമ്പലാണ്. അതാണ് ഈ സൈഡിൽ കാണുന്ന ഫ്ലക്സിൽ കാണുന്നത്, ഈ 8 സിമ്പലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ മോഡലുകൾ പുള്ളി ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. നല്ല ഒരു കഴിവുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ഞങ്ങളും വാങ്ങിക്കാനായിട്ടുള്ള അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കണ്ടു. പിന്നെ ഡൊണേഷൻ ബോക്സിൽ കുറച്ച് ഇത് വിട്ടിട്ടിങ്ങ് പോകുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നതാണ് ഈ മുളക് ഉണക്കാനിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇവർ ഡ്രൈ ചെയ്ത്, അതായത് സൺ ഡ്രൈ ചെയ്ത് ഉണക്കും. ഇത് വീടിൻ്റെ പുറത്ത് ഇതുപോലെ മാല പോലെ കെട്ടിയിട്ട് തൂക്കിയിട്ട് വെയിൽ വരുന്ന സമയത്ത് ഇത് ഉണങ്ങും. ഇതാണ് പിന്നീട് ഇവർ കറിക്കുമൊക്കെ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട്. ട്രൈ ചെയ്യാനായിട്ട് കഴിക്കാനായിട്ട് പറ്റിയില്ല, അവിടെ അങ്ങനത്തെ വേറെ ഡിഷൊന്നും കണ്ടതുമില്ല. വരും ദിവസങ്ങളിൽ നോക്കാം. അങ്ങനെ ഇരിക്കവേ നമ്മൾ അടുത്ത റൂമിൽ പോയപ്പോൾ ഇവരുടെ ഒരു സ്വീറ്റ് റൈസും പിന്നെ നേരത്തെ പറഞ്ഞ ബട്ടർ ടീ, ഇതാണ് ബട്ടർ ടീ എന്ന് പറഞ്ഞ സാധനം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇവർ ഡാൻസ് ഫോമുകൾ, അവരുടെ ട്രഡീഷണൽ ഡാൻസുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസും കണ്ടുകൊണ്ട് ബട്ടർ ടീ എൻജോയ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ്, അതാണ് ഈ റൂമിലുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ബട്ടർ ടീ കുടിക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. കിട്ടി, എടുത്തു, കുടിച്ചു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് രസമുള്ള ഒരു ചായയാണ്, മധുരമല്ല. പക്ഷേ ഒതൻറ്റിക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ബട്ടർ ടീ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മൾ സ്ഥിരം ഈ മധുരട്ട ചായ ആയിരുന്നു കുടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ബട്ടർ ടീ അൺലിമിറ്റഡ് ആയിട്ട് തരും കേട്ടോ. ഞാനും വാങ്ങിച്ചു, 2 ഗ്ലാസ് വാങ്ങിച്ച് അങ്ങോട്ട് കുടിച്ചു. എന്നിട്ട് ഈ ഡാൻസ് ഫോമുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് തോണ്ട് അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ നടുക്കിരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ഗൈഡ്. പുള്ളിയും ഇതിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഗൈഡ് കൂടാതെ ഡ്രൈവറും ഇവിടെ മസ്റ്റായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ കലാരൂപങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ താനടാ അവർ നമ്മളെ ഡാൻസ് ചെയ്യാൻ വിളിച്ചു. ഡാൻസിൻ്റെ കാര്യത്തിൽ പിന്നെ മമ്മൂട്ടിയാണല്ലോ നമ്മുടെ ഗുരു. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ഡാൻസ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു സമാധാനം, നമ്മൾ അവരുടെ കൂടെ ഡാൻസ് ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ പോയി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ ഹോട്ട് സ്റ്റോൺ ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബാത്ത് ടബ് കാണിച്ചത്. അപ്പോൾ അത് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വാശിയുള്ളൊരു സംഭവമാണ്. അത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഇടാം. ഇത് അവരുടെ ഒരു ഡെമോ കാണിച്ചേക്കണം. അതായത് ഒരു സൈഡിൽ ബാത്ത് ടബ്, ഇപ്പുറത്തെ സൈഡിൽ
ഹോട്ട് സ്റ്റോൺ അതിലോട്ട് ഇടും. ആ വെള്ളം തിളയ്ക്കുമ്പോൾ ബാത്ത് ടബിൽ കിടന്ന് കുളിക്കുക, കുറച്ച് മെഡിസിനൽ ഹെർബ്സ് ഇടുമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് അത് ട്രൈ ചെയ്തിരിക്കും. പിന്നെ ഇതൊരു 400 വർഷം പഴക്കമുള്ളൊരു ജനലാണ്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ജനൽ ഇങ്ങനത്തെ സ്റ്റൈലിലാണ് ഇരിക്കുക. അപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ പെർമിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വക സാധനങ്ങളെ പറ്റത്തുള്ളൂ, മോഡേണൈസ് സംഭവങ്ങളൊന്നും പറ്റില്ല. എത്ര മോഡേൺ ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ ഔട്ട്ലുക്കും സ്ട്രക്ചറും ഈ ഒരു ഫീൽഡിലുള്ള ജനലുകളും കാര്യങ്ങളെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലേ അപ്രൂവൽ കിട്ടത്തുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീല് അറിയാവോ എന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് മൊത്തം മന്ത്രങ്ങളാണ്. അപ്പോൾ ഇത് കറക്കുമ്പോഴത്തേക്ക് ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഫീല് കിട്ടുമെന്ന് പറഞ്ഞു. ഈ വീൽ എവിടെ കണ്ടാലും നമ്മൾ കറക്കിയിട്ടേ വിടാറുള്ളൂ. അങ്ങനെ ഈശ്വര ഭഗവാനെ നല്ലത് ചെയ്താൽ നല്ലത് മാത്രം വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കറക്കി അടുത്ത റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു, അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വെള്ളവും ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ അമ്പും വില്ലും പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരമാണ്. അമ്പും വില്ലും വെച്ചിട്ടാണ് ഇവർ വേട്ടയാടുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു റെപ്ലിക്കേഷനാണ്. അപ്പോൾ അവർ പറഞ്ഞു അമ്പ് നേരെ വണ്ണം ആ പലകയിൽ കൊണ്ടു കഴിഞ്ഞാൽ, ആ വട്ടം വരച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടി ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ചാടിക്കയറി. ആ ഉണ്ട പലകയിൽ കൊണ്ടോ എന്ന് നമ്മുടെ ശ്രീനിവാസൻ ചോദിച്ച പോലെ ആ ഭാഗത്തെ കൊണ്ടില്ല, അപ്പുറത്തൊരു കൊടി വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ കൊടിയിൽ പോയി കുത്തി കയറി കൊണ്ടു. ഭാഗ്യത്തിന് അവരൊന്നും ചെയ്തില്ല. ഞാൻ വിചാരിച്ച് കൊടി കീറി എന്നുള്ള കേസിന് എന്നെ പിടിച്ച് അകത്തിടുമെന്ന്. എന്തായാലും ആദ്യത്തെ ഉണ്ട കൊണ്ടില്ല, രണ്ടാമത്തെ കൃത്യമായിട്ട് പലകയിലല്ല ആ ഫ്ലാഗിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. പഷ്കോ എന്ന് പറഞ്ഞു കൊണ്ട് ഫ്ലാഗിൽ കൊണ്ട് കുത്തിയിട്ടുണ്ട്. എന്തായാലും അവരൊന്നും ചെയ്തില്ല. അങ്ങനെ അപ്പുറത്ത് പോയിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു പാത്രം കറക്കി വിടും. അതിലേക്ക് നമ്മുടെ വിഷു പറഞ്ഞിട്ട് കോയിൻ അങ്ങോട്ട് ഇടുക. കോയിൻ കൃത്യമായിട്ട് ആ പാത്രത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ വിഷു നടക്കും എന്നാണ്. 5 കോയിൻ തന്നിട്ട് എത്ര വേണമെങ്കിൽ ഇടാം. സ്റ്റിൽ 5 അവരുടെ കണക്ക്. ഞാനും എറിഞ്ഞു നോക്കി, ആകെ 1 എണ്ണമാണ് വീണത്, ബാക്കി 4 എണ്ണവും സ്വാഹ. അങ്ങനെ ഇരിക്കുക നമ്മുടെ അപ്പുറത്തുള്ള ഗ്യാങ്ങുകാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വിഷ്വലുകളൊക്കെ കണ്ട് ചടപടാ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങളെ കാണിക്കുക, നിങ്ങളിവിടെ വന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം ഈ വീഡിയോ കാണുമ്പോൾ. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും ദൂരം വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ ഒരു ബ്യൂട്ടി അല്ലേ, നമ്മളിത്ര എഫേർട്ട് ഇടുമ്പോൾ നിങ്ങളൊരു സഹായം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കൂടെ വന്ന ടീമുകാർ കറക്റ്റായിട്ട് അതിൽ കൊള്ളിച്ചു. അതുകൊണ്ട് ഇവരുടെ ആർട്ട് ഫോം പെർഫോം ചെയ്യുവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാത്രം കറക്കി അങ്ങ് വിടും. അതിലേക്ക് കോയിനിടൽ മത്സരമായിരുന്നു. 5 കോയിൻ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സകലമാന കോയിനുകളും വാരി വലിച്ചെറിഞ്ഞ് വിഷു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീട്ടുകാർ. എല്ലാം നടന്നാൽ കൊള്ളാം, ഈശ്വര ഭഗവാനെ നല്ലത് വരുത്തണേന്ന്. അപ്പോൾ അങ്ങനെ ഞാനും ഇട്ടു കേട്ടോ. 1 എണ്ണേ വീണുള്ളൂ. ഞാൻ 5 കോയിൻ എടുത്തുള്ളൂ കറക്റ്റായിട്ട്. പക്ഷേ അതിൽ 1 എണ്ണം മാത്രം വീണു. സാരമില്ല, ഒരു വിഷയ്ക്ക് ഒരു വിഷയം നടക്കുന്നെങ്കിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങനെ സിംപ്ലി ഭൂട്ടാൻ ഇവിടെ കൊണ്ട് തീർന്നിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് റോയൽ ടക്കിംഗ് പ്രിസർവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാഷണൽ പാർക്ക് പോലത്തെ ഒരു സംഭവമാണ്. അതായത് ഇവരുടെ നാഷണൽ ആനിമലായ ടക്കിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിനെ കാണാനായിട്ടാണ് നമ്മൾ ഇവിടുന്ന് യാത്രയാകുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടേ നമുക്ക് ലഞ്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 11:30 മണിയായി. എന്തായാലും നടക്കാം. നല്ല തണുപ്പ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി തണുപ്പ്. രാവിലെ 11 മണി 12 മണി സമയമായിട്ടും വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ ചൂടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുത്ത കാറ്റ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ റോമിംഗ് അല്ല, നമ്മുടെ ഇവിടുത്തെ സിം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്ക് 1 GB ഡേറ്റയും 100 മിനിറ്റ് ടോക്ക് ടൈമും കിട്ടും. നാട്ടിലേക്ക് വിളിക്കാനാണെങ്കിൽ മിനിറ്റിന് ഏതാണ്ട് 8 രൂപ വെച്ചിട്ടാവും. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 10 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കൊള്ളാം. ആ ഒരു തണുപ്പത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ വക സംഭവങ്ങൾ. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു തണുപ്പ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെപ്ലിക്ക, നമ്മുടെ നാഷണൽ ആനിമലിൻ്റെ റെപ്ലിക്ക. അപ്പോൾ ടിക്കറ്റിൽ തന്നെ ആ നാഷണൽ ആനിമലിൻ്റെ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി ജീവി കേട്ടോ. അപ്പോൾ ഈ ആനിമൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ലാമ ഡ്രൂക്കാപ്പ് കുൻലി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ 15ാമത്തെ നൂറ്റാണ്ടിൽ ക്രിയേറ്റ് ചെയ്തൊരു ആനിമലായിട്ടാണ് പറയുന്നത്. അപ്പോൾ
ഇതിന് മുന്നേ ഇല്ലായിരുന്നു. അതിന് ശേഷം പുള്ളിക്കാരനാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഭൂട്ടാൻ്റെ ഒരു സംസ്കാരത്തിൽ ഒരു വലിയൊരു സ്ഥാനം ഉള്ളൊരു ജീവിയാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ ഇതൊരു റിസർവ് ഫോറസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് പ്രിസർവ് ചെയ്ത കുറേ ആനിമൽസ് നമ്മൾ ആ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ കൂട്ടിനകത്ത് താമസിക്കുന്നു എന്നുള്ള രീതിയാണ്. നാച്ചുറൽ സ്ഥലത്ത് പോയി കാണാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാതയിലൂടെ നടന്ന്, അതായത് നമ്മൾ റേസ് ചെയ്തിട്ടുള്ള പാതയാണ്, അതിൽ കൂടെ നടന്നു പോകണം. അപ്പോൾ ഇവിടെ റെസ്ക്യൂ ചെയ്ത ആനിമൽസും കാര്യങ്ങളൊക്കെയാണ്. യാക്കൊക്കെ നിൽപ്പുണ്ട്. വെള്ള കളർ യാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ബ്രൗണ് അല്ലെങ്കിൽ മിക്സഡ് കളറായിട്ടുള്ള വെള്ളയും ഇതും കൂടെ ഉള്ളതാണ്. പക്ഷേ ഈ വെള്ളക്കുട്ടൻ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല രസമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഒരു കാടുണ്ടല്ലോ, കണ്ടിരിക്കേണ്ടതാണ്. ഭയങ്കര മനോഹരം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ഭൂട്ടാനിൽ വന്നാൽ ഉറപ്പായിട്ട് ഇതുപോലൊരു കാടിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണം, എന്നാലേ ആ ഒരു ഫീൽ കറക്റ്റാവും. ഇത് പക്ഷേ സേഫാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആനിമൽസിൻ്റെ മോളിൽ കൂടെ നടന്നു പോകുന്നതാണ്. നമ്മൾ ഈ തെന്മല എക്കോ ടൂറിസത്തിൽ പോകത്തില്ലേ, മോളിൽ കൂടെ ഉള്ള ഒരു പാത, അതുപോലെയൊക്കെ തന്നെ. പിന്നെ കുറച്ച് പക്ഷികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 3-4 അതിനകത്ത് കൂട്ടിനകത്ത് കണ്ടുള്ളൂ. പക്ഷേ ഇവൻ്റെ കളർ കൊള്ളാം കേട്ടോ. അതായത് വെയിലത്തൂടെ നടക്കുമ്പോൾ ഫ്ലോറസെൻ്റ് കളർ ഇങ്ങനെ മാറി മാറി വരും. നമ്മുടെ കളർ ചേഞ്ചിങ് കാർ പോലത്തെ സംഭവം കൊള്ളാം. മെറ്റാലിക് കളറാണ്. അപ്പോൾ ഗോൾഡും നീലയൊക്കെ ആയിട്ട് മാറി മാറി വരും. പിന്നെ ഒരു ഓറഞ്ച് അവനെയും കണ്ടു. രണ്ടും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പക്ഷേ കുറച്ചൊരു അടുത്ത് കണ്ടിരുന്നേ കൊള്ളാൻ തോന്നി, ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ നമ്മുടെ നാഷണൽ ആനിമൽ ടക്കിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ആടിൻ്റെ മുഖവും പശുവിൻ്റെ ബോഡി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ അവിടുത്തെ നാഷണൽ ആനിമൽ അവിടെ ഭയങ്കര സിഗ്നിഫിക്കൻസ് ആയതുകൊണ്ട് തന്നെ അത് കണ്ടിരിക്കേണ്ടിരുന്നതാണ്. പിന്നെ അതിൽ കുറച്ചുകൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പഴയ വീടിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ഇവിടുത്തെ ഭൂട്ടാനീസ് ട്രഡീഷണൽ വീടുകളൊക്കെ. പിന്നെ ഒരു മരത്തടി കൊണ്ടുള്ള പാലം. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തിമ്പു എന്ന് പറഞ്ഞിട്ട് സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു നല്ല തണുത്ത കാറ്റ് അത് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതങ്ങ് ദൂരെ കാണുന്നതാണ് രാജാവിൻ്റെ പാലസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, കാര്യം രാജാവ് താമസിക്കുന്ന ഒരു ഒറ്റനില വീട്ടിലാണ്. രാജാവിൻ്റേതായ ജാടകളൊന്നുമില്ല. ആ ഒരു പോയിന്റിൽ കാണുന്നൊരു ജസ്റ്റ് ഒരു സ്തൂപത്തിൻ്റെ സ്റ്റാർട്ടിങ് കാണാം. ഇതാ കണ്ടോ, ആ ചെറുത്, ആ കൊടിയുടെ താഴെയുള്ള അവിടെയാണ് രാജാവ് താമസിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് ചെല്ലാനൊന്നും പറ്റത്തില്ല, പുള്ളിയെ കാണാനും പറ്റത്തില്ല. അത് മോദിജിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു വ്യൂ കണ്ട് അവിടുത്തെ ഹൈക്കോടതിയുടെയൊക്കെ ഒരു ഏരിയൽ വ്യൂ കണ്ട് ടൗണും കണ്ടിട്ട് നമുക്ക് വിശപ്പ് തുടങ്ങിയെന്നുമല്ല, നല്ല രീതിക്ക് വിശപ്പായി. 2 മണിയാകുന്നു. വിശന്ന് കണ്ണ് തള്ളി നിൽക്കുകയാണ്. എന്നാലും വിഷ്വലുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിന്നു. ഇനി അടുത്ത ഫുഡ് അടിക്കണം, മസ്റ്റാണ്. അങ്ങനെ അടുത്ത കഴിക്കാൻ പോകും. ഒതൻറ്റിക് ഭൂട്ടാനീസ് ഡിഷ് വേണമെന്ന് ഞങ്ങൾ വാശി. എവിടെ ചെന്നാലും നമുക്ക് മറ്റേ ആലു പൊറോട്ടയും ചോറും ഇമാതിരി സാധനങ്ങളൊക്കെ തരുന്നു. അത് നമുക്ക് വേണ്ട, നമുക്ക് ഭൂട്ടാനീസ് ഡിഷ് വേണമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഈ മലയുടെ സൈഡിൽ കാണുന്നത് ആ ഒരു വെള്ളം കണ്ടോ, അതെന്ന് പറയുന്നത് നമ്മുടെ 108 കോടി അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ. അപ്പോൾ അതെന്ന് പറയുന്നത് മരിച്ച ആൾക്കാരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഈ കൊടി ഇങ്ങനെ പറക്കുമ്പോൾ മന്ത്രം കിട്ടും എന്നും പറഞ്ഞ് വെച്ചേക്കുന്നതാണ്. 108 കാണും ഒരു സെറ്റ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ദാണ്ട യാത്ര തുടർന്നു. ഇനി ഫുഡ് അടിക്കാത്ത പരിപാടിക്ക് നമ്മളില്ല. ആൾറെഡി ലേറ്റായി. 2 മണിയെന്ന് പറഞ്ഞിട്ട് വിശപ്പിൻ്റെ അതിപ്രസരം, അത് ഈ നടത്തേയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി ടൗണിൽ പോയാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്ന് ടൗണിൻ്റെ വിഷ്വലുകളൊക്കെ കണ്ടു. അപ്പം ഇവരുടെ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഭഗവാനെ, പോലീസ് സ്റ്റേഷൻ ഇത്ര ഭംഗിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ദുരവസ്ഥയിലാണ്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, നല്ല വൃത്തി. അതുപോലെ തന്നെ റോഡ് നോക്കിയാലും അതെ, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സ്വീപ്പ് ചെയ്ത് വൃത്തിക്കിട്ടേക്കുകയാണ്. പോസ്റ്റ് ഓഫീസാണ്, പക്ഷേ ഒരു സർക്കാർ ഓഫീസിൻ്റെ ഇത് തോന്നത്തില്ല, രാജഭരണത്തിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ രാജാവിനെ പൊക്കി പറഞ്ഞ് തുടങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരു മാറ്റമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ബാത്തുപ്പ്, തുപ്ക, പിന്നെ ഇമതാഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീസും ചില്ലിയും കൂടെ ഉള്ളത്. ബാത്തുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചപ്പാത്തി പോലുള്ള സംഭവത്തിനെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് ഈ നൂഡിൽസ്, സൂപ്പി നൂഡിൽസ് പോലെ ആക്കുന്നതാണ്. പിന്നെ തുപ്ക എന്ന് പറഞ്ഞാൽ നൂഡിൽസ് തന്നെയാണ് സംഭവം, സൂപ്പി നൂഡിൽസാണ് തുപ്ക. എല്ലാം ചിക്കനാണ് പറഞ്ഞത്. കൊള്ളാം, അടിപൊളി സാധനം. റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 120, 100 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പൈസ എടുക്കുകയും ചെയ്യും. നല്ല അഫോർഡബിളാണ്, നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് പോയി കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ 3 മണി പോലായി. വിശന്ന് കണ്ണ് തള്ളി കിളി പോയി. എന്തായാലും ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ച് ഇതിൻ്റെ പുറത്ത് വിഷ്വലൊക്കെ എടുത്തു. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. നമ്മുടെ വണ്ടി തൊട്ട് ഓപ്പോസിറ്റ് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നല്ല രസമുള്ള ബിൽഡിങ്. അപ്പോൾ ഇതൊരുത്ത മെയിൻ ടൗണിൻ്റെ സെൻട്രൽ സ്ഥലമാണ്.
അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ ഗൈഡും ഡ്രൈവറും പറഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇന്നത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അപ്പോൾ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു മേപ്പിൾ ട്രീ കണ്ടു. ആദ്യമായിട്ടാണ് ഈ മേപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നത്. അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടിട്ട് നമ്മൾ നഗരക്കാഴ്ചകളിങ്ങനെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ. നടുക്ക് തന്നെ ഒരു അമ്പലമുണ്ട്. ഈ നമ്മുടെ വീലുണ്ടല്ലോ, പ്രയർ വീല്, അതും കറക്കി ഈ അമ്പലത്തിന് ചുറ്റും ഒരു റൗണ്ട് നടന്നിട്ട് ടൗൺ മൊത്തത്തിൽ വന്ന് വിഷ്വൽ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. പണി നടക്കുന്ന ടൗണുകളൊക്കെ തന്നെ പണി നടക്കുന്ന ബിൽഡിങ്ങുകൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊടിയൊന്നും പുറത്തോട്ട് അധികം വരത്തില്ല. പൊടിയൊന്നും റോഡുകളിലും ഇല്ല എന്നുള്ളതാണ് സത്യം. നല്ല വൃത്തിയായിരുന്നു, തണുപ്പുണ്ട്, നല്ല വൃത്തിയുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, സീബ്ര ക്രോസ് വഴി ആൾക്കാർ ക്രോസ് ചെയ്യുന്നുള്ളൂ. അതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അമ്പലം കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞു ആ വീലെല്ലാം മൊത്തം കറങ്ങിയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു അതും 108 എണ്ണം തന്നെ കാണുമായിരിക്കും അമ്പലത്തിന് ചുറ്റും. എത്രയാണെന്ന് എണ്ണാനൊന്നുമില്ല, കൈയും കണക്കൊന്നും നോക്കിയില്ല. നല്ല പോലെ അങ്ങോട്ട് വീലും കറക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന് അവിടെ നിന്നും നമ്മൾ ടൗണിലേക്ക് പോകണം. അപ്പോൾ എല്ലാം അടുത്താണ് കേട്ടോ, എല്ലാവരും 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് വീല് കറക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാനുള്ള വിഷുകളൊക്കെ ചെയ്തിട്ട് കറക്കി പോവുക, അതാണ് ഇതിൻ്റെ ആചാരം. അങ്ങനെ ടൗണിൽ എത്തി. പോലീസുകാരൊക്കെ ഹാൻഡ് സിഗ്നലുകളാണ്. ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത സ്ഥലമാണ് ഭൂട്ടാൻ. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. ആദ്യത്തെ വീഡിയോ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഭൂട്ടാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിഗ്നലുകളൊന്നുമില്ല. എല്ലാ ട്രാഫിക് പോലീസുകാർ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അത്രയ്ക്കുള്ള തിരക്കേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ശാന്തമാണ്. ആർക്കും ഒരു റഷോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഭയങ്കര ഹാപ്പിയസ്റ്റ് പീപ്പിളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയസ്റ്റ് കൺട്രി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഭൂട്ടാനെ. അപ്പോൾ ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇവർക്ക് ഈ കോമ്പറ്റീഷൻ കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. പിന്നെ എന്ത് ക്രൈസിസ് ഉണ്ടെങ്കിലും രാജാവ് നോക്കിക്കോളും. മെഡിക്കൽ ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ +2 വരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്കോളർഷിപ്പും കൊടുത്ത് പഠിപ്പിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. നമുക്കൊക്കെ ഈ മെഡിക്കൽ എക്സ്പെൻസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ അച്ഛൻ ഇതുപോലെ വയ്യാതായി ഹാർട്ടിന് പ്രശ്നമായിട്ട് ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നു ചികിത്സയ്ക്കായിട്ട്. ഫുൾ ചിലവ്, അതായത് എയർ ടിക്കറ്റ്, മെഡിസിന് ചിലവ് എല്ലാം കൂടി ഒരു 10-15 ലക്ഷം രൂപ ഗവൺമെൻറ് തന്നെയാണ് കൊടുത്തതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും സേഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വിട്ടുപോകാനുള്ള താല്പര്യമൊന്നുമില്ല. ഇവിടെ തന്നെ നിൽക്കണം, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. വേറൊരു എക്സ്പീരിയൻസ്, ഡിഫറെൻറ്റ് കൾച്ചറും ഒക്കെയാണ്. പിന്നെ എല്ലായിടത്തും തന്നെ ഗിഫ്റ്റ് ഷോപ്പുകളും കാര്യങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ സമയം ഇപ്പോൾ 3 മണി. അപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പോകവേ നമ്മുടെ പട്ടിക്കുട്ടൻ ഒരെണ്ണം അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. അപ്പോൾ അവനെ തൊടുകയെന്നും ചേരുതെന്നും പറഞ്ഞ് നോട്ടീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തെരുവ് നായ്ക്കളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാം തന്നെ പ്രോപ്പർ ഷെൽട്ടറും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സുഖനായിട്ട് ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനെ നമ്മൾ ശല്യം ചെയ്യേണ്ട, വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ. അവനെയൊക്കെ കണ്ട് ശരിക്കൊന്ന് കൊഞ്ചിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ട, വെറുതെ കടി വാങ്ങിച്ച് പിടിക്കണ്ട. നമ്മുടെ ടിക്കുവിൻ്റെ സ്മെല്ല് കിട്ടുന്നതുകൊണ്ട് കടിക്കാൻ സാധ്യതയില്ലെങ്കിലും നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ നിന്നില്ല, കാര്യം നല്ല വിലയായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ തന്നെ പറഞ്ഞു ഇവിടുന്ന് വാങ്ങിക്കേണ്ട വേറെ സ്ഥലമുണ്ട്, അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ശരിയാക്കാമെന്ന്. പിന്നെ ഇതും എൻട്രി ഫീസുള്ളൊരു അമ്പലമാണ്, അമ്പലമല്ല മൊണാസ്ട്രി. അപ്പോൾ അവിടെ കയറണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഗൈഡ് തന്നെ പറഞ്ഞു നിങ്ങൾ നേരത്തെ കണ്ട വിഷ്വൽ റിപ്പീറ്റ് ആയിരിക്കും, എല്ലാ അമ്പലത്തിനകത്തും സെയിം ആയിരിക്കും. അപ്പോൾ നേരത്തെ ബുദ്ധൻ്റെ പ്രതിമയുടെ അകത്തൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അവിടെ പോയ സെയിം സംഭവം തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അത് കയറേണ്ട മസ്റ്റല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ പഴയ രാജാവ് അകാലത്തിൽ മരണപ്പെട്ടു. അപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് വിഷായിരുന്നു ഇതുപോലൊരു അമ്പലം വെക്കണമെന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് പുള്ളിയുടെ അമ്മയാണ് ഈ അമ്പലം കെട്ടിയത്. അപ്പോൾ അതും കണ്ട് ഓൾമോസ്റ്റ് 3:45-4 മണിയായി. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. അങ്ങനെ യാത്ര തുടരുകയാണ്. ഹോസ്പിറ്റലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. മെഡിക്കൽ ബില്ലുകളെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് കയ്യിൽ നിന്ന് ചിലവൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. നല്ല പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. ഗൈഡും ഡ്രൈവറും ഒക്കെ രാജ്യത്തിനെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ് എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങി. 2ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ഭൂട്ടാൻ കൊള്ളാം, ഇന്ത്യയെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് എന്നൊരു ഫീല് വന്നു തുടങ്ങി കേട്ടോ. അതുപോലത്തുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുമാണ്. പിന്നെ ആകെ പറയാനുള്ള വെച്ചാൽ നെറ്റ് കണക്ഷൻ, വൈഫൈ എല്ലായിടത്തും ശോകമാണ്. ഒരു പ്രതീക്ഷിച്ച സ്പീഡൊന്നും കിട്ടുന്നില്ല. വിഷ്വലുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിലൂടെ അടുത്ത ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പാറോയിലോട്ടാണ് നമ്മൾ പോയത്.
അപ്പോൾ അടുത്ത ദിവസം പാറോയിലാണ്, 2 ദിവസം പാറോയിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാം, നല്ലൊരു സ്ഥലം. അപ്പം ഈ എയർപോർട്ടിൻ്റെ വിഷ്വൽ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു വിഷമിക്കേണ്ട, ഇതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ നാളെ കിട്ടും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും, അന്നേരത്തേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും എയർപോർട്ട് നമ്മൾ കാണുമ്പോൾ ഒരു രസമാണ്. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കി ഉള്ള ഒരു എയർപോർട്ടാണ്. 12 പൈലറ്റുകൾക്ക് മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടൂ. നമ്മുടെ മോദിജി വന്നപ്പോഴും ഇവിടെയാണ് ലാൻഡ് ചെയ്തത്. അതിനുവേണ്ടി 1 മാസം എന്തോ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞു. അപ്പോൾ ഈ മലയുടെ ഇടയിൽ കൂടെ ഇത് ലാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് അവിടെ കൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വിഷ്വൽ എടുക്കണം എന്നൊരു മോഹമുണ്ട്. ഇവിടുന്ന് ഒരു ലാൻഡിങ്ങോ ടേക്ക് ഓഫോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. നല്ല വൃത്തിയായിട്ട് എയർപോർട്ടൊക്കെ ഒരു തനതായ കൺസ്ട്രക്ഷൻ രീതി ഫോളോ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിനാണെങ്കിലും കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഉള്ളത്, പക്ഷേ വലിപ്പം കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് അവർ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യും എന്നാണ് തോന്നുന്നത്. ഗൈഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞ അങ്ങനെയാണ്, അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്യണം. ദാ കിടക്കണു പ്ലെയിൻ. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. എയർപോർട്ടിൻ്റെ കവാടമൊക്കെ കണ്ടു, പ്ലെയിൻ അവിടെ കിടപ്പുണ്ട്. അപ്പം നാളെ ഇതിൻ്റെ ടേക്ക് ഓഫ് എടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും സമയം വൈകി, നമ്മൾ നേരെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി 5:30 ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ പോയി, സൺസെറ്റായി, ഇരുട്ടിലോട്ട് കയറും. ഒരു 6 മണിക്ക് ശേഷം പിന്നെ ഫുൾ ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷ്വലുകളൊന്നും കിട്ടത്തില്ല എന്ന് ഉറപ്പുണ്ട്. പിന്നെ പുറത്തോട്ട് അധികം ഇറങ്ങാൻ തോന്നത്തില്ല, കാര്യം അത്രയും തണുപ്പുമായിരിക്കും. സൈഡിൽ കൂടെ ഒരു നദി പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ 2 നദികൾ ഒന്നായിട്ട് വരുന്നൊരു പോയിൻ്റ്. കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീഡിയോ ഒന്ന് കണ്ടാൽ, തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോ ഡേ 1 കാണുന്ന നദിയുണ്ട്. അപ്പോൾ ആ ഒരു നദിയുടെ ഒരു നദിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴി പോയിട്ട് നമ്മൾ കറങ്ങി വേറൊരു റൂട്ടിൽ കൂടെ വന്ന് മറ്റേ നദിയുടെ പാരലിൽ കൂടെ പോയി അവിടെ നമ്മൾ ഇറങ്ങി കാല് നനയ്ക്കണമെങ്കിൽ നനയ്ക്കാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ആരും നദിയിലോട്ട് ഇറങ്ങുന്നൊന്നുമില്ല. പിന്നെ ഫൈൻ അടിക്കും ഇറങ്ങിയാലും. ഈ പറഞ്ഞ കണക്ക് വൃത്തികേടാക്കാൻ എന്തെങ്കിലും വേസ്റ്റ് ഇടുകയാണെങ്കിലും. അപ്പോൾ ഇത് പാറയിലുള്ളൊരു മൊണാസ്ട്രിയാണ്. ഇതിനകത്ത് നമ്മൾ പോകും എന്ന് പറഞ്ഞു. അപ്പം സംഭവം കൊള്ളാം കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ദൂരം കണ്ടിട്ട് തന്നെ കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള വകുപ്പും കൂടെ സെറ്റ് ചെയ്ത് തരാമെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. അത് കൊള്ളാം. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഡ്രസ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ ഷൂട്ടിന് നല്ലതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് ഞാനും മനസ്സിലൊന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിലേക്ക് എത്തി, എല്ലാവർക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ഭയങ്കര ശാന്തം, വണ്ടികളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം, ട്രാഫിക്കേ ഇല്ല. ഓൾമോസ്റ്റ് ഒരു 7:30 മണിക്ക് മുന്നേ ഉള്ള സംഭവമാണ് ഈ പറയുന്നത്. 7 മണി ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വൈൻഡപ്പ് ചെയ്തെന്ന് തോന്നുന്നു. കടകളൊക്കെ ഓൾമോസ്റ്റ് കാലിയാണ്. പിന്നെ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ തണുപ്പായതുകൊണ്ട് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ സീസൺ അല്ല, ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഒരു സമയത്തൊക്കെയാണ് ഇവരുടെ സീസൺ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇനി 2 എപ്പിസോഡും കൂടെ വരുന്നതായിരിക്കും. നല്ല കിടുകിടാ തണുപ്പത്ത് ഞാനും സൈനിങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളത്തെ വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്വാമി കിടുകിടാനന്ദയായിട്ട് ഞാൻ സൈനിങ് ഓഫ് ചെയ്യുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.